സ്വർഗീയ വിരുന്നൊരുക്കുന്ന ശാപവിമുക്തി ശുശ്രൂഷ കട്ടപ്പനയിൽ 2024 മെയ് 23 മുതൽ 26 വരെ. ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-നും. CSI ഗാർഡൻ സെന്റർ കട്ടപ്പന. തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും യേശു അനുവദിച്ചു. അതിനും നിങ്ങൾ കർത്താവിന് നന്ദി പറയണം. യേശുവിന്റെ പുനരുത്ഥാനത്തിന് മുമ്പായി എപ്പോഴും ഉപയോഗിക്കപ്പെടുന്ന വാക്കാണ് മറക്കല്ല്. ഞാൻ നിങ്ങളെ വിടുവിച്ചു, മറക്കല്ല്. സമ്പത്തുണ്ടാക്കാൻ ഞാൻ നിങ്ങൾക്ക് ശക്തി നൽകി, മറക്കല്ല്. ഞാൻ നിങ്ങൾക്ക് നല്ലതും വലുതുമായ ഭവനങ്ങൾ നൽകും, മറക്കരുത്. അപ്പോൾ എവിടെയും ദൈവപ്രവൃത്തി ചെയ്യുന്ന വാഗ്ദത്തത്തിന്റെ കൂടെ ഞാൻ ശക്തീകരിക്കുമെന്ന് പറയുമ്പോൾ
അവിടെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് മറക്കരുത്. ആ മറക്കരുത് എന്ന് പറയുമ്പോൾ യേശുവിന്റെ പുനരുത്ഥാന ശേഷം മറക്കരുത് എന്ന് പറയുന്നില്ല. കാരണം ഓർമ്മിപ്പിക്കാൻ പരിശുദ്ധാത്മാവുണ്ട്, ഒന്ന്. രണ്ട്, നന്ദിയുള്ള ഹൃദയം, നന്ദി, സ്തോത്രത്തിൽ കവിഞ്ഞ്, വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും, അതല്ലോ നിങ്ങളിൽ കർത്താവിന്റെ ഹിതമെന്ന് തെസ്സലോനിക്കർക്ക് എഴുതുന്നു, ഇവിടെ കൊലോസ്യർക്ക് എഴുതുന്നു സ്തോത്രത്തിൽ കവിഞ്ഞ്. സ്തോത്രം എന്ന് പറയുന്നതാണ് വാസ്തവത്തിൽ ഏറ്റവും വലിയ പ്രാർത്ഥന. പ്രാർത്ഥന, അഭയയാചന, മധ്യസ്ഥൻ പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും ഉന്നത പ്രാർത്ഥനയാണ് നന്ദി പറയുക. സോ ഇന്ന് ലൈവിൽ വരാൻ അനുവദിച്ച, അതിന് ആരോഗ്യം തന്ന കർത്താവായ യേശുവിന് സ്തോത്രം. നിങ്ങൾ കാണാനും എത്തിയിരിക്കുന്നു, അതിനുള്ള സാഹചര്യങ്ങൾ തയ്യാറായതിന് കർത്താവിന് സ്തോത്രം. നൗ സാരാംശം പറഞ്ഞാൽ നന്ദിയുള്ള ഹൃദയം എപ്പോഴാണ് വരുന്നത്? വ്യക്തിപരമായി യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധമുള്ളപ്പോൾ. രണ്ട്, വന്ന വഴികളെ മറക്കാതിരിക്കുമ്പോൾ. ഒരിക്കലും നമ്മൾ മറക്കല്ല് നമ്മുടെ എവിടുന്ന് എവിടെ വരെ ദിനംതോറും ദൈവം നമ്മളെ നടത്തി. പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പിനായി നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ചില കാര്യങ്ങളിൽ നമ്മളെ നടത്താൻ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും നമ്മളെ നടത്താൻ ശക്തരാണ്. സോ ഇന്ന് വീണ്ടും നമുക്ക് വചനത്തിലേക്ക് പ്രവേശിക്കാം. വചനം എന്ന് പറയുന്നത് യേശുവാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതാണ് പത്രോസ് എടുത്ത് പറയുന്നത്, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനം എന്ന ബീജത്താലാണ് നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പദമാണ് നമ്മൾ ഇന്നലെ യോഹന്നാൻ സുവിശേഷത്തിൽ വായിച്ചത്. ആ യോഹന്നാൻ സുവിശേഷത്തിൽ വായിച്ചത്, ഞാൻ നിങ്ങളെ വിളിച്ചു, നിങ്ങൾ എന്നെ വിളിച്ചതല്ല, തെരഞ്ഞെടുത്തതല്ല. എന്തിനാ തെരഞ്ഞെടുത്തത്? സ്വർഗത്തിൽ പോകാൻ എന്ന് പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് ലോകസ്ഥാപനത്തിന് മുമ്പേ ആയിരുന്നു. രക്ഷിക്കപ്പെട്ട ദിവസമാണ് നമ്മൾ തിരിച്ചറിഞ്ഞത്. അഫ്കോഴ്സ് സ്വർഗത്തിലോട്ടാ പോകുന്നത്, വന്നതും സ്വർഗത്തിൽ നിന്നാ. പക്ഷെ ഈ ഭൂമിയിലുള്ള ജീവിതത്തിൽ നമ്മൾ തീരുമാനിക്കും, നമ്മുടെ തീരുമാനത്തിനാ അയച്ച ദൗത്യം നിവർത്തിക്കണോ, അത് നിത്യത വരെയും പോവും, അതോ ക്ഷണിക നേരത്തേക്കുള്ള ഈ ഭൗമിക ലോകത്തിൽ ആള് കളിക്കണം. ഇത് ക്ഷണികമാണെന്നും ഞാൻ നിത്യതയിൽ നിന്നും വന്ന് നിത്യതയിലേക്ക് യാത്ര പുറപ്പെടുന്ന ഒരു യാത്രക്കാരനാണെന്ന് മനസ്സിലായാൽ നമുക്ക് ഒരു നെകളവും വരുത്തില്ല. എത്ര ഉന്നത സ്ഥാനത്ത് ചെന്നാലും ഉന്നത ഭാവം ഉണ്ടാകത്തില്ല. കാരണം ഞാൻ ഒരു ദൗത്യത്തിലാണ് നിൽക്കുന്നത്. ആ ദൗത്യം എന്താണ്? അയച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുക. അത്രേ ഉള്ളൂ. വേറെ ഒരു ദൗത്യവുമില്ല നമുക്ക്. ആ തെരഞ്ഞെടുപ്പ് ലോകസ്ഥാപനത്തിന് മുമ്പാകെയായിരുന്നു. അത് യേശു പറഞ്ഞത് എന്തിനാ തെരഞ്ഞെടുത്തത്? ഭൂമിയിൽ പോയി ഫലം കായ്ക്കാൻ. ആ ഫലം നിലനിൽക്കുമ്പോൾ, ഫലം കാണുമ്പം അവരുടെ വിളിയും തെരഞ്ഞെടുപ്പും മറന്നുപോയവർക്ക് ഓർമ്മിപ്പിക്കാൻ അത് പ്രയോജനമായി തീരും.
അതുകൊണ്ടാണ് ഈ വചനം വളരെ ആകർഷണമാണ്. ഈ വചനം കേൾക്കുമ്പോൾ സമയം പോകുന്നതേ അറിയത്തില്ല. 3, 4, 5 മണിക്കൂർ കഴിഞ്ഞാലും 5 മിനിറ്റ് പോലെ തോന്നും. കാരണം ഈ ശബ്ദം നമ്മൾ എവിടെയോ കേട്ടത്. തമ്പുരാന്റെ ശബ്ദമല്ല, ഈ വചനത്തിന്റെ ശബ്ദം അപ്പന്റെ കൂടെ ആയിരുന്നപ്പം കേട്ടത്. സോ യേശു പറയാണ്, ഞാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു, നിങ്ങളെ ആക്കി വെച്ചിരിക്കുകയാണ്, അഭിഷേകം ചെയ്തിരിക്കുകയാണ്, നിങ്ങളെ ഓർഡെയിൻ ചെയ്തിരിക്കുക. എന്തിനു വേണ്ടി? ഫലം കായ്ക്കാൻ. ആ ഫലം എന്ന് പറയുന്നത്, വീണ്ടും ആവർത്തിച്ചു പറയാം, മറ്റുള്ളവർ കാണുന്ന നിലയിൽ ദൈവത്തിന്റെ സ്നേഹം, ദൈവത്തിന്റെ ക്ഷമ, ദൈവത്തിന്റെ നേച്ചർ, അതാണ്, അതിനകത്താണ്, ഈ ബീജത്തിന്റെ അകത്താണ് ഇതെല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വചനത്തിൽ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം സൂക്ഷിക്കണം. 2 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ നിങ്ങൾ വായിക്കണം. ഇതിനിടയിൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. 23 മുതൽ 26 വരെ, 23, 24, 25, 26, 4 ദിവസത്തെ ഒരു വളരെ പ്രത്യേക മീറ്റിംഗ് ആണ് കട്ടപ്പനയിൽ നടക്കാൻ പോകുന്നത്. ഇടുക്കി ജില്ലയിൽ ഒരു വലിയ വിടുതലുണ്ടാവും. ഇടുക്കി ജില്ലയ്ക്ക് ആ മീറ്റിംഗിൽ വരുന്നവർക്ക് മാത്രമല്ല, ആത്മീയ മണ്ഡലത്തിൽ ദൂരം പരിധിയില്ല. അപ്പൊ ഞാൻ ഇന്നിവിടെ ഇരുന്ന് സംസാരിക്കുമ്പം ഇത് അദൃശ്യ മണ്ഡലത്തിൽ ലോകവ്യാപകമായിട്ടായി വചനം പോകും. നമ്മുടെ മനസ്സിനകത്താണ് നമ്മൾ ഈ സാധാരണ ഈ വചന പണ്ട് ഉത്സവവും പെരുന്നാളിനൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പം ഈ ശബ്ദ പരിധിക്കുള്ളിൽ ഇരിക്കുന്ന ആ മൈക്കിന്റെ ഉള്ളിൽ, പക്ഷെ ആ സ്പിരിച്വൽ റെലമിൽ ഇതിന് ഡിസ്റ്റൻസ് അങ്ങോ ചെല്ലും. ഞാൻ ഒരു അനുഭവം പറയാം. ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ മീറ്റിംഗ് നടക്കുമ്പോൾ മൈക്ക് പോയി. ഓർത്ത് നോക്കിക്ക്, ഒരു ഓഡിറ്റോറിയം, വിശാലമായ ഒരു ഓഡിറ്റോറിയം, അതിന്റെ ബാൽക്കണി. ഞാൻ മൈക്ക് മാറ്റി വെച്ച് സംസാരിക്കാൻ തുടങ്ങി. മൈക്കില്ലാതെ സംസാരിക്കാൻ. അപ്പം മോളിലിരുന്ന അവസാനത്തെ ആള് എന്നോട് ഞാൻ ചോദിച്ചു, കേൾക്കാവോ? അയാള് കൈ കാണിച്ചു, ബെസ്റ്റായിട്ട് കേൾക്കാം. ഒരിക്കൽ കൊച്ചി വെച്ച് മീറ്റിംഗ് നടക്കുമ്പോൾ ഏകദേശം 3000-ൽ പരം 4000 പേരോളം കാണും. ഒന്നിച്ചു കൂടി വരുന്നപ്പോൾ ഇതുപോലെ തന്നെ സൗണ്ട് പോയി, ജനറേറ്റർ കത്തിപ്പോയി. ഞാൻ അലറി കാറിയൊന്നുമല്ല, സാധാരണ സംസാരിക്കുന്ന പോലെ സംസാരിക്കുമ്പം അങ്ങേയറ്റത്തിരിക്കുന്ന, സ്റ്റേജിൽ ഇരിക്കുന്ന സൈഡിൽ നിന്ന് ഒരാൾ ഏറ്റവും പുറകെ പോയി, ചുമ്മാ ഒന്ന് കേൾക്കാൻ. ഞാൻ പറഞ്ഞു, ഇന്ന് എല്ലാവരും കേൾക്കും, ആരും കാര്യം ഇത് കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവ്. നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരിക്കൽ ശുശ്രൂഷിക്കുമ്പോൾ മഴ പെയ്ത് സൗണ്ട് എല്ലാം പോയി. അന്നും ഈ പറയുന്ന ഒന്നും ഇല്ലാതെ ശുശ്രൂഷിക്കാൻ. പിന്നീടാണ് ഹാൻഡ് മൈക്ക് വന്നത്. ഹാൻഡ് മൈക്കിൽ ശുശ്രൂഷിച്ചു. അതിന്റെ മുമ്പേ, കാരണം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, 20,000 പേരോളം, അതായത് 5,000 പുരുഷന്മാരും അവരുടെ കുടുംബാംഗങ്ങളും കൂടുമ്പോൾ യേശു എങ്ങനെ സംസാരിച്ചു? ഇവിടെയാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, എന്നെ ഏറ്റവും ആകർഷിച്ച വചനമാണ്, എൻ്റെ അടുക്കൽ വരാൻ നിങ്ങൾക്ക് മനസ്സില്ല. അപ്പോൾ യേശുവുമായിട്ട് വ്യക്തിപരമായ ബന്ധം, യേശുവുമായിട്ട് വ്യക്തിപരമായ കൂട്ടായ്മ, അതാണ് ഏറ്റവും അത്യാവശ്യം ജീവൻ പ്രാപിക്കാനെന്ന് ഉള്ള ബോധ്യം എനിക്ക് ലഭിച്ചു.
എനിക്ക് ലഭിച്ചെന്നല്ല, പരിശുദ്ധാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തി. അതാണ് കുറച്ചുകൂടെ നല്ല വാക്ക്. കാരണം വചനം, ബൈബിള് മുഴുവൻ കാണാപ്പാടം പഠിക്കാം, പക്ഷെ ജീവൻ വേണമെങ്കിൽ യേശുവിൻ്റെ കൂടെ കൂട്ടായ്മ ആചരിച്ചാലേ നമ്മുടെ വാക്കുകൾക്ക് ജീവൻ വരുത്തുള്ളൂ. ജീവൻ. സോ അന്ന് അനി പ്രസവം കഴിഞ്ഞാന്ന് തോന്നുന്നു, കോഴഞ്ചേരി, ചെങ്ങന്നൂർ. ആക്സിഡന്റ് കഴിഞ്ഞ സമയത്താണോ രോഹിത്? ഇവിടെ ഏതായാലും അനിയില്ല. ഞങ്ങളുടെ പഴയ വീട്ടില് ഞങ്ങളുടെ ബെഡ്റൂമിന്റെ കതകടച്ച് കഴിഞ്ഞ് ലിവിംഗ് റൂം കഴിഞ്ഞ് അടുത്ത റൂമിലാണ് അമ്മച്ചി, എൻ്റെ അമ്മ. എന്തോ അപ്പം അനി എന്നോട് പറഞ്ഞിട്ടുള്ളതാ, പക്ഷെ പുതുതായിട്ട് കേൾക്കുന്നവർ. അപ്പം ആ ഡോർ അങ്ങ് അടച്ചിട്ടാൽ ഇവിടെ ഒച്ചത്തിൽ വർത്താനം പറഞ്ഞാൽ പോലും അപ്പുറത്ത് കേൾക്കത്തില്ല. കാര്യം നല്ല തിക്കാണ് പണ്ടത്തെ കാലത്തെ വീട്. അന്ന് എനിക്ക് നിലത്തിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കസേരയിലിരുന്ന് ഞാൻ അടുത്ത് മേശയും കാണും, അവിടുത്തെ ബൈബിളും ഒരു ഡയറിയൊക്കെ കാണും. ഞാനിങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ വിസ്പർ ചെയ്യാണ് സ്തോത്രം. ആ സമയത്ത് അമ്മച്ചി വന്ന് ഡോർ തുറന്നിട്ട് പറഞ്ഞു, എന്തിനാ ഇത്രയും വലിയ ബഹളം വെക്കുന്നേ? ആരെങ്കിലും വേറെ മുറിയിലുണ്ടോ? നമ്മില്ല, ആരുമില്ല. അയലോക്കംകാരെന്നാ വിചാരിക്കും, ഇത്രയ്ക്ക് ഒച്ചത്തിൽ വേണ്ട. ശരി. അപ്പൊ ഞാൻ ഡോർ അടച്ചേച്ച് പോവാൻ പറഞ്ഞു. മോളി വന്ന് കയറിയിരുന്ന എല്ലാരെയും കണ്ടിട്ട് അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അല്ലല്ല നല്ലല്ലോ പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഓക്കെ. ഇനി നോയുടെ യേശുവിന്റെ നാമത്തിൽ അല്ല, മുഴുവൻ പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ. അപ്പോൾ അമ്മച്ചി ഇത് പറഞ്ഞിട്ട് പോയി. പറഞ്ഞ ശേഷം വാതിൽ അടച്ചു. പിന്നെയും ഞാൻ സ്തോത്രം ചെയ്യാൻ തുടങ്ങി. വളരെ ശാന്തമായിട്ട് പറഞ്ഞു. ആ ശാന്തമായി പറയുന്ന സമയത്ത് വീണ്ടും അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, ഇല്ല, ആരോ ഇവിടെ ഉണ്ട്. ഇത്ര ഒച്ചത്തിൽ തന്നെ സംസാരിക്കും. ആ സമയത്ത് എനിക്കൊരു കാര്യം പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചത്, നമ്മുടെ ശബ്ദത്തെ എടുത്തു കൊണ്ടുപോകുന്ന പരിശുദ്ധാത്മാവ്. അപ്പം ശബ്ദത്തെ നമ്മള് വളരെ എന്നാ പറയണ്ടേ, എക്സർട്ട് ചെയ്യേണ്ട, ആ ശബ്ദത്തെ കൊണ്ടുപോകുന്ന പരിശുദ്ധാത്മാവാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഓഡിറ്റോറിയത്തിലാണേലും മൈക്ക് ഡിസ്റ്റർബൻസ് ആണേലും ഞാൻ ഡിസ്റ്റർബ്ഡ് ആകത്തില്ല. ഞാൻ എൻ്റെ വചനം മൈക്ക് ഓഫ് ചെയ്തിട്ടങ്ങ് തുടങ്ങും. കാരണം ഈ പുസ്തകമേ സൂപ്പർ നാച്ചുറലാണ്. നമ്മൾ സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിയിൽ ചിന്തിക്കുന്നത് പോലെയല്ല. സോ യേശു എന്ന് പറയുന്നത് ജീവനോടെ ഉണ്ട്. താനുമായിട്ടുള്ള കൂട്ടായ്മയിൽ നമ്മൾ നടക്കുമ്പം നമ്മുടെ ബുദ്ധിക്കപ്പുറം പ്രവർത്തിക്കുന്നവനാണ് നമ്മൾ വിശ്വസിക്കുന്നത്. യേശുവിടെ വാക്ക എന്താ പറയാം, തോമസ് എന്തിനാ വിളിച്ചത്? തോമസ് ബ്രദർ ഇടയ്ക്ക് വിളിച്ചായിരുന്നു, അറിയാതെയായിരുന്നോ? ഓർക്കാതെ വിളിച്ചത്. ഓക്കെ. കാര്യം നർസിംബറുടെ ഇടയിൽ തോമസ് ബ്രദറിന്റെ ഫോൺ വരുമോ എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തു എന്തെങ്കിലും ഓർപ്പിക്കാനോ വല്ലതുമായിരിക്കും. എനിഹോ ചുമ്മാ ഓർക്കാതെ വിളിച്ചത്.
അപ്പം യേശു എന്ന് പറയുന്നത് ജീവനോടെ ഉണ്ടെന്നും താൻ പറഞ്ഞിരിക്കുന്ന വാക്ക് അതുപോലെ നമ്മളെ മോൾഡ് ചെയ്യാൻ കഴിവുള്ളത്. എന്നാൽ അവിടെയും തീരുമാനം എന്റേത്. ഞാൻ ഇതിന് സമർപ്പിക്കണോ വേണ്ടിയോ? സമർപ്പിക്കുമ്പോൾ ഭോഷത്വമെന്ന് തോന്നും. എന്നാൽ അല്പം സമയം കഴിയുന്ന മുമ്പേ തന്നെ, അല്ലെങ്കിൽ ഒത്തിരി നാൾ കഴിയുന്ന മുമ്പേ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ വിതച്ചത് 100 മേനിയായി കർത്താവ് ഫലം തരും. നിങ്ങൾ ഭൗതിക നന്മകളെ കുറിച്ച് ഒട്ടും തന്നെ വിചാരപ്പെടണം. എപ്പോഴാണെന്ന് ഞാൻ പറയാം. ഈ വചനത്തിൽ ഉള്ളത് എൻ്റെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ പേരാണ് മനം തിരിയുക, മനസ്സ് പുതുക്കുക, അല്ലെങ്കിൽ മാനസാന്തരപ്പെടുക. ഈ കട്ടപ്പനയിലെ ശുശ്രൂഷയിൽ പ്രധാനമായി നടക്കാൻ പോകുന്ന ശാപവിമുക്തി ശുശ്രൂഷയിൽ ജീവിത അനുഭവത്തിലൂടെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പല കാര്യങ്ങളായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. സോ യേശു പറഞ്ഞ വാക്ക് ഒന്ന്, നമുക്ക് എനിക്ക് തുറന്നപ്പം കിട്ടിയ ഒരു വാക്ക് ഏതായാലും വായിച്ചേക്കാം. സങ്കീർത്തനം 62 8 തുറന്നപ്പം കിട്ടിയത് നല്ലൊരു വാക്കായതുകൊണ്ട് അത് വചനത്തിലേക്ക് ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. Psalm 62 and verse 8. 7 കൂടെ അങ്ങ് 5 മുതൽ അങ്ങ് വായിച്ചു. 5 മുതൽ എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി മൗനമായിരിക്കുക. എന്റെ പ്രത്യാശ അവങ്കിൽ നിന്നും വരുന്നു. അവൻ തന്നെ എന്റെ പാറയും എന്റെ രക്ഷയും. ദൈവം തന്നെയാണ് എന്റെ പാറയും എന്റെ രക്ഷയും. എന്റെ ഗോപുരം ദൈവം തന്നെ. ഞാൻ കുലുങ്ങയില്ല. എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കലാകുന്നു. എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. എന്റെ ഉറപ്പുള്ള പാറയും സങ്കേതവും ദൈവത്തിങ്കലാകുന്നു. 8ാമത്തെ വാക്യം. ജനമേ എല്ലാ കാലത്തും. അതായിരുന്നു ഞാൻ തുറന്നപ്പോൾ കണ്ട വാക്ക്. അത് മുമ്പേ മുതൽ ഇങ്ങനെ മുകളിലോട്ട് നോക്കിയപ്പോൾ ഇറ്റ് വാസ് വെരി വെരി ഗുഡ്. സോ ട്രസ്റ്റ് ഇൻ ഹിം at all times. വായിച്ചേ. ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. pour your heart അവന്റെ മുമ്പിൽ, ദൈവത്തിന്റെ പിതാവാം ദൈവത്തിന്റെ അദ്ദേഹത്തിന്റെ മുമ്പിൽ മാത്രമേ നിങ്ങളുടെ ഹൃദയം പകരാറുള്ളൂ. വേറെ ആരുടെ മുമ്പിലും നിങ്ങളുടെ ഹൃദയം പകരരുത്. pour your heart before him. കാരണം എന്താ? he is a refuge for. ഒന്നുകൂടെ വായിച്ചായിട്ട്. ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പിൻ. നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവിൻ. നിങ്ങളുടെ ഹൃദയം പിതാവാം ദൈവത്തിന്റെ മുമ്പിൽ പകരുവീൻ. ദൈവം നമുക്ക് സങ്കേതമാകും. ദൈവം മാത്രമാണ് നമ്മുടെ സങ്കേതം എന്ന് പറഞ്ഞു കഴിഞ്ഞ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. നീ വായിച്ചില്ല. സേല എന്ന് പറഞ്ഞാൽ ഒന്ന് നിർത്തി ചിന്തിച്ചു കൊള്ളുവീൻ. അതാണ് സേലയുടെ അർത്ഥം. പോസ് ഫോർ എ മോമെന്റ് ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. ശരിയല്ലേ? മനുഷ്യരുടെ മുമ്പിൽ പകർന്നാൽ അല്ലെങ്കിൽ അവർ കളിയാക്കും, അല്ലെങ്കിൽ അവര് നമ്മുടെ മുമ്പിൽ തല ആട്ടും. ഞാൻ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ആണോ, ഓ റിയലി എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. ഇറങ്ങി കഴിയുമ്പോൾ പറയും അവന്റെ ഒക്കെ അർത്ഥം കേട്ടില്ല. നമ്മുടെ ഹൃദയം പകരാവുന്ന ഒരേ സ്ഥലം ദൈവം. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, താഴോട്ട് വായിക്കാം. 9ാമത്തെ വാക്യം.
Surely men of low degree are vapor. വായിച്ചേ. സാമാന്യ ജനം ഒരു ശ്വാസവും. സാമാന്യ ജനം എന്ന് അല്ല, സ്റ്റോപ്പ് ആൻഡ് തിങ്ക് അല്ല, തിങ്ക് ഫോർ എ മൂമെന്റ്. അത് കഴിഞ്ഞ് എഴുതിയിരിക്കുന്ന വാക്കാണ് വളരെ ഇഷ്ടം എനിക്ക്, ഞാനത് വായിക്കായിരുന്നു. ഷുവർലി men of a low degree are like vapor. Men of high degree are alive. If they are weighed on a scales, they all together are lighter than vapor. വായിച്ചേ. സാമാന്യ ജനം ഒരു ശ്വാസവും ശ്രേഷ്ഠ ജനം ബോഷ്കുമോ. തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും. അവര് വായു പോലെയാ, ആവി പോലെയാ. എന്നിട്ട് പറയാണ് അവർ ആകെപ്പാടെ ഒരു ശ്വാസത്തെക്കാൾ ലഘുവാകും. അത്രേ ഉള്ളൂ. പീഡനത്തിൽ ആശ്രയിക്കരുത്. പീഡനത്തെ ഡു നോട്ട് ട്രസ്റ്റ് ഇൻ ഓപ്പറേഷൻ നോർ വെയിൻലി ഹോപ്പ് ഇൻ റോബറി. ഇഫ് റിച്ചസ് ഇൻക്രീസ് ഡു നോട്ട് സെറ്റ് യുവർ ഹാർട്ട് ഓൺ ദം. വായിച്ചു. അല്ല, അത് 10 മുഴുവൻ. പീഡനത്തിൽ ആശ്രയിക്കരുത്, കവർച്ചയിൽ മയങ്ങിപ്പോകരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വെക്കരുത്. കാരണം ബലം ദൈവത്തിനുള്ളത് ഒരിക്കൽ അലർലി ചെയ്തു. ഞാൻ 2 പ്രാവശ്യം കേട്ടു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്നാ? ഈ വചനം കേൾക്കുമ്പം 1 പ്രാവശ്യം കേട്ടു, പിന്നീട് ഒന്നുകൂടെ വായിക്കണം, എന്നാലേ അത് ഉറക്കത്തുള്ളൂ. ദൈവം 1 പ്രാവശ്യം അരുളി ചെയ്തു, ഞാൻ 2 പ്രാവശ്യം കേട്ടു, വായിച്ചു. ദൈവം നിനക്കുള്ളതാകുന്നു. ഇത് ലേഖനങ്ങളിനകത്ത് എഴുതിയിട്ടുള്ള വചനമാണ്. ഓരോരുത്തര് അവരവരുടെ ഡു നോട്ട് ട്രസ്റ്റ് ഇൻ ഓപ്പറേഷൻ. ആരെങ്കിലും എന്തെങ്കിലും മെൻ ഓഫ് ലോ ഡിഗ്രി ആർ എ വേപ്പർ. ഈ ലോ ഡിഗ്രി എന്ന് പറയുമ്പം താഴ്ന്ന വർത്താനം പറയുന്നവര് ലോ ഡിഗ്രിക്കാർ, താഴ്ന്നത്. അവരോടൊന്ന് സംസാരിക്കാൻ പോലും പോകരുത്, അവരെ മൈൻഡ് ചെയ്യരുത്, അവരാവി പോലെയാണ്. എന്നാൽ നിത്യജീവൻ പ്രാപിച്ച നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്ന ഞാൻ ഒരു വഴി യാത്രയിൽ, അതുകൊണ്ടല്ലേ നിങ്ങൾ അന്യരും യു ആർ പിൽഗ്രിംസ് എന്ന് പത്രോസ് പറയും. യാത്രയില്ല, ഞങ്ങൾ യാത്രക്കാരാണ്. അതില് ഇങ്ങനെ കണ്ടോണ്ട് സീനറി കണ്ടോണ്ട് പോകുന്ന പോലെ നല്ല വീടൊക്കെ കാണുമ്പോൾ നല്ല വീടാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ വീട്ടിൽ ഇതെന്റെ വീടാന്നുള്ള നിലയില്ല, സ്ഥാനമോഹങ്ങളില്ല. സ്ഥാനം കിട്ടിയാലോ അത് ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളത്, സമ്പത്തോ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളത്. ഒന്നും പൊക്കാനും പറ്റത്തില്ല, താക്കാനും പറ്റത്തില്ല. ചിലരെന്നോട് പറയും, തങ്കൂറർ എങ്ങനെയാ ഇതിനെയൊക്കെ നേരിടുന്നത്? ഞാനല്ല നേരിടുന്നത്. യേശു പറഞ്ഞു, എന്റെ നിമിത്തം കളവും വ്യാജവുമായി നിങ്ങളെ പറയുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഞാൻ ഇന്ന് മെട്രോപൊളിറ്റൻ KP യോഹന്നാൻ അദ്ദേഹത്തിന്റെ ഫ്യൂണറലിൽ പോയപ്പോഴും ഞാൻ വായിച്ച വചനം അതായിരുന്നു. അതുകൊണ്ട് അതിശയിക്കണ്ട. അദ്ദേഹം, ഞാനവിടെ നീണ്ട ഒത്തിരി വലിയ വലിയ ആൾക്കാർ, VIP കണ്ടു. പക്ഷേ ജീവനോടെ ഉണ്ടായിരുന്നപ്പം ഇവർ വന്ന് നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയാണെന്ന് പറയണമായിരുന്നു. എന്നാൽ അപ്പുറത്തെ വശം അവർ കളവും വ്യാജവും പറയുമ്പോൾ കുലുങ്ങണ്ടിയേ ആവശ്യമില്ല. കൂട്ടത്തിൽ പ്രവർത്തിക്കുന്നവര് ചിലരൊക്കെ എന്നോട് ചോദിക്കും, അദ്ദേഹം എന്തിനിത് ചെയ്തു, അത് ചെയ്തില്ല. ഞാനല്ല വിധിക്കുന്നയാള്, അദ്ദേഹത്തിന്റെ യജമാനനും യേശുവാണ്. അദ്ദേഹം ചെയ്ത സുവിശേഷ പ്രവൃത്തി, അദ്ദേഹം ചെയ്യുന്ന നന്മ പ്രവൃത്തി പറയാൻ മാത്രം എന്നെ വിളിച്ച്, കുറ്റം പറയാൻ കണ്ടുപിടിക്കാൻ. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞു, മുന്നോട്ടും വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതി മുമ്പോട്ട് പോകണം. ഇതൊക്കെ വഴിയാത്രയിലുള്ളതാണ്. അതെന്റെ അനുഭവം കൂടെയാണ്, എന്റെ അനുഭവം കൂടെയാണ്. സോ ഞാൻ പറഞ്ഞു വന്നത് യേശു പറഞ്ഞ വാക്കുകൾ. അപ്പം ആ പത്രോസിന്റെ ലേഖനം 2 പത്രോസിനകത്ത് ആ ബീജത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 2 പത്രോസ്
അതിന്റെ 1-ാം അധ്യായം 10-ഉം 11-ഉം വായിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കും. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കണം. അധികം ശ്രമിക്കണം എന്ന് ബൈബിൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അധികമായി ശ്രദ്ധിക്കേണ്ടത് അതാ. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. ബാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്തും ആരോഗ്യവും ബാക്കി എല്ലാം ചേർക്കപ്പെടും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി അനുഭവത്തിലൂടെ രക്ഷിക്കപ്പെടുന്ന മുംബൈയിലും പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 30 വയസ്സ് ഉള്ളപ്പം 80 വയസ്സുകാരന്റെ അനുഭവങ്ങളുണ്ട്. മനുഷ്യൻ അത്രേ ഉള്ളൂ എന്ന് എനിക്കറിയാം. അവന്റെ ഉള്ളിലിരിക്കുന്നത് എന്താന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. മനുഷ്യരിൽ ആശ്രയിക്കരുത്. നമ്മുടെ നന്മ, നമ്മുടെ അധികാരം, നമ്മുടെ എല്ലാം കാണുമ്പം പുകഴ്ത്താനും അതേ അവര് കല്ലെറിയാനും ക്രൂശിക്കാനും മടിക്കാത്തവർ. അതുകൊണ്ട് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ വെറും മനുഷ്യരുടെ അഭിപ്രായം എന്തിനു നാം എടുക്കണം? ഉള്ളിൽ പരിശുദ്ധാത്മാവ് തരുന്ന സമാധാനവും ശാന്തതയും ഭൗതികമായ നന്മകൾ എന്ന് പറയുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്തത് ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ആ വിളിയും തെരഞ്ഞെടുപ്പും, ഞാൻ വിളിക്കപ്പെട്ടതാണ്, തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. ആ തെരഞ്ഞെടുപ്പ് എവിടെയാ? ലോകസ്ഥാപനത്തിന് മുമ്പേ എന്ന് എഫീഷ്യർ 1:4 പറയും. ആ വാക്കാണ് യേശു എടുത്ത് പറയുന്നത്. ഞാനാ നിങ്ങളെ തെരഞ്ഞെടുത്തത്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല ഫലം കായ്ക്കാൻ. അപ്പൊ ആ ഫലം എവിടെയാ ഇരിക്കുന്നത്? ആ ഫലത്തിന്റെ അകത്ത് എന്താ ഇരിക്കുന്നത്? അതാണ് അതിന്റെ 3-ാമത്തെ വാക്യം. അതിന്റെ 3-ാമത്തെ വാക്യം വായിച്ചേ. 2 പത്രോസ് 1:3. മഹത്വത്താലും വീര്യത്താലും. ആ മഹത്വം വീര്യവും രണ്ടും എവിടെയുണ്ട്? ബീജത്തിനകത്തുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. നമ്മുടെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ എന്ന് പറഞ്ഞാൽ അറിവിനാൽ, അവന്റെ ദിവ്യശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, നിത്യജീവനുള്ള ശക്തി, ജീവനും ഭക്തിക്കും ഒക്കെയും ദാനമായി തന്ന് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ബീജത്തിനകത്ത്, ഈ വചനം എന്ന ബീജത്തിന്റെ അകത്ത് ഇതെല്ലാം ഉണ്ട്. സാധ്യതകൾ മുഴുവനുണ്ട്. അവയാൽ വിലയേറിയതും നൽകി. വാക്ക് പറഞ്ഞു. ആ വാക്കെന്ന് പറയുന്ന വചനത്തിനകത്ത് എന്തൊക്കെയുണ്ടോ, വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും 2 കൊരിന്ത്യർ അതിന്റെ 1-ാം അധ്യായം അതിന്റെ 20-ഉം 21-ൽ പറയുമ്പോൾ ഈ വാഗ്ദത്തം എന്ന് പറയുന്നത് എന്താ? ദൈവം പറഞ്ഞ വാക്ക്, ദൈവത്തിന്റെ അവകാശിയാണ്. അപ്പം തന്നെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുണ്ട്. 89-ാമത്തെ സങ്കീർത്തനം 34-ാമത്തെ വാക്യം വായിച്ചിട്ട് ഇവിടെ വരെ വരാം. അതിനകത്ത് വളരെ വ്യക്തമാണ്. അപ്പൊ അവന്റെ എന്ന് പറയുമ്പോൾ അവൻ എന്ന് പറഞ്ഞാൽ വിളിക്കാൻ ശരിയല്ല. പിതാവാം ദൈവത്തിന്റെ ദിവ്യ സ്വഭാവവും ദിവ്യ ശക്തിയും നമ്മുടെ അകത്തിരിപ്പുണ്ട്. ആ ദിവ്യ ശക്തിക്ക് ആശ്രയിക്കണം. അത് ആശ്രയിച്ചാലോ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അത് വ്യാപരിക്കും. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ലോകത്തിലെ സകല രാജാക്കന്മാരെക്കാളും ഞാൻ നിന്നെ ഉന്നതനാക്കും. വചനമാണ്. ഞാൻ നിന്നെ വാലല്ല തലയാക്കും. ഞാൻ ആക്കുന്ന, പക്ഷെ ആർക്ക് വേണ്ടിയാ? എന്റെ ശബ്ദം, പിതാവിന്റെ ശബ്ദം കേട്ട്, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് നടക്കുന്നവർക്ക് വേണ്ടിയാ. വായിച്ചു 89:34.
ഞാൻ എന്റെ നിയമത്തെ ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ. ഇപ്പം ദൈവരാജ്യത്തിൽ ഒരു നിയമമുണ്ട്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് എന്നേക്കും സ്ഥിരമായിട്ടുള്ളത്. വാക്ക് ഒരാൾക്ക് വേണ്ടി മാറത്തില്ല. വായിച്ചേ. ഞാൻ എന്റെ നിയമത്തെ ലംഘിക്കുകയോ എന്റെ അധരത്തിൽ നിന്നും, അധരം എന്ന് പറയുന്നത് ഇവിടുന്ന് അകത്തുനിന്ന് പുറപ്പെടുന്ന വാക്കുകൾക്ക് ഭേദം വരുത്തുകയോ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക് നിലനിൽക്കുന്നതാ, സ്ഥിരമാണ്. അനി വായിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് 2 കൊരിന്ത്യർ 1-20 19-ഉം 20-ഉം വായിച്ചു. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും 8000-ൽ പരമുണ്ട്. ഞാൻ നിന്നെ വാലല്ല തലയാക്കും. ഞാൻ തലയാകാൻ ശ്രമിക്കണ്ട. അതുകൊണ്ടാണ് തന്നെത്താൻ താഴ്ത്തുന്നവനെ ദൈവം ഉയർത്തും. ഒരു വാഗ്ദത്തമായി നിങ്ങളുടെയും എന്റെയും യോഗ്യത അനുസരിച്ചുള്ള സ്ഥാനമാനങ്ങളല്ല കിട്ടുന്നത്, അതിൽ കവിഞ്ഞ കിട്ടുന്നത് ദൈവം തരും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, പ്രായോഗിക ജീവിതത്തിൽ ഒരു വിവാഹ സൽക്കാരത്തിന് പോകുമ്പോൾ നിങ്ങൾ ഏറ്റവും പുറകെ പോയിരിക്കണം. അവർ നിങ്ങളെ കൂട്ടിക്കൊണ്ട് ഏറ്റവും മാന്യസ്ഥാനത്ത് കൊണ്ടേയിരുത്തും. അവരിരുത്തും. നമ്മൾ ചാടി കയറി സ്റ്റേജിൽ ഇരുന്ന് അവിടെ ഇറക്കി വിട്ടാൽ നേരത്തെ കാലും നിങ്ങൾക്ക് ലജ്ജ ഉണ്ടാകും. ഇത് സാമാന്യ ബുദ്ധിയല്ലേ? അതാ സുവിശേഷം. യേശു പറഞ്ഞിരിക്കുന്നത് എല്ലാം പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കി നോക്കിക്കേ. നമ്മളെ കൊണ്ട് കഴിയാഞ്ഞത് കൊണ്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവെന്ന അടുത്ത ഒരു കാര്യസ്ഥനെയും കൂടെ തന്നിരിക്കുന്നത്. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കുന്നവൻ. സോ അവിടെ യേശു പറയാ, വചനം പറയാ, വാഗ്ദത്തങ്ങൾ അതെത്ര ഉണ്ടെങ്കിലും അത് ക്രിസ്തുയേശുവിൽ, ക്രിസ്തുവിനകത്ത് വരുന്ന വ്യക്തികൾക്ക്. കാര്യം മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു അകത്തും പുറത്തുമുണ്ട്. ഞാൻ സ്നാനപ്പെടുമ്പോൾ സ്നാനപ്പെടുത്തുന്ന PJ ഡാനിയൽ പാസ്റ്റർ IPCയിലെ അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയായിരുന്നു: നിങ്ങൾ വചനം അകമേയും പുറമേ ഉള്ളവരായിരിക്കും. വചനം എന്ന് പറയുന്നത് ദൈവമാണ്. സോ അകമേയും പുറമേയും കവർ ചെയ്യുന്നത് ക്രിസ്തു. വായിച്ചേ. ദൈവത്തിന്റെ അപ്പന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും യേശു ക്രിസ്തുവിൽ അല്ലെങ്കിൽ ക്രിസ്തുവിൽ അത് ഉവന്ന എന്ന് പറയുന്നത് മക്കൾക്ക് ഒരിക്കലും ഇത് കൊടുക്കാതെ ഇരിക്കത്തില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ഒരു നന്മയ്ക്കും കുറവ് വരുത്തില്ല. അതിനെ ഉപമിച്ചിരിക്കുന്നതോ ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്ന് കിടക്കും. ഓർത്ത് നോക്കിക്കേ. സിംഹത്തിന്റെ കുഞ്ഞുങ്ങൾ ചിലപ്പം വിശന്ന് കിടക്കും. അത് വളരെ സാധ്യത കുറവാണ്. എന്നാലും നമുക്ക് ബുദ്ധി, ഈ ബൈബിളിലെ പല ഉപമകൾ പറഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ. ആകാശത്തിലെ പറവകളെ നോക്കുകയും അവയെ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ സൂക്ഷിക്കുന്നതുമില്ല, എങ്കിലും പിതാവ് അവരെ പോറ്റുന്നു. നിങ്ങളോ അതിനേക്കാളും വിശേഷമേറിയതത്രേ. അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട. അപ്പം ഓർത്ത് നോക്കിക്കേ, ആ സർവശക്തനായ ദൈവം ദൈവത്തിന്റെ ഭാഷയിൽ നിന്നും മനുഷ്യന്റെ ഭാഷയിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന നിലയിൽ ആക്കി വെച്ചു. ഞങ്ങൾ പോകുന്ന വഴിക്ക് റോണക്ക് എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വർത്താനം പറഞ്ഞപ്പം ദൈവം ഇല്ലെന്ന് പറയുന്നവരോട് ഒരു ചോദ്യം ബില്ലിഗ്രാം ചോദിച്ച് റോണക്ക് എവിടെയോ കേട്ടു. ഒരു നിരീശ്വരാദി ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം ബില്ലിഗ്രാം ചോദിച്ച ഒരു ചോദ്യം ആയിരിക്കാം, നിങ്ങൾക്കതില്ല, പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നു
പച്ച നിറത്തിലുള്ള പുല്ല് തിന്നുന്ന കറുത്ത എരുമ വെളുത്ത പാല് തരുമെന്നും മഞ്ഞ നിറത്തിലുള്ള ബട്ടർ തരുമെന്നും വിശ്വസിക്കാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. അല്ലെ? പച്ച നിറത്തിലെ പുല്ല് തിന്നുന്ന ആ പശുവിന് അല്ലെങ്കിൽ എരുമയ്ക്ക് കറുത്ത നിറം, പക്ഷെ പാല് വരുന്നത് വെളുത്തതും, അതിൽ നിന്നും ഉത്ഭവിക്കുന്ന ബട്ടർ ഉണ്ടാക്കുന്ന മഞ്ഞയും, അത് വിശ്വസിക്കാൻ പ്രശ്നമില്ല. ദൈവം ഉണ്ടെന്ന പ്രശ്നം. കാരണം അതൊരു ശൈലിയാണ്. ദൈവം ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊന്നും ദൈവം എന്ന് പറയുന്ന അയാള് ദൈവത്തെക്കല്ല, നെഗളികളെ ദൈവം എതിർക്കും. അവസാനം വണ്ടി ഇടിക്കുമ്പോൾ ആദ്യമേ വിളിക്കുന്നത് ദൈവമേ എന്ന്. പ്രതിസന്ധി വരുമ്പോൾ ആദ്യമേ വിളിക്കുന്നത് ദൈവമേ എന്ന്. ഞാൻ ഒത്തിരി പേര് അങ്ങനെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വായിച്ചോനി വാഗ്ദത്തങ്ങൾ. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അവനിൽ ഉവ്വെന്നത്രേ. അപ്പൊ അത് ഈ ഫലത്തിനകത്തുണ്ട്. എന്നിട്ട് പറയാം, അടുത്ത വാക്കാണ് പ്രധാനം. അതുകൊണ്ട് അതിന്റെ തൊട്ട് മുകളിലത്തെ 19 ഒന്ന് വായിച്ചു. ഞങ്ങൾ പറഞ്ഞ സുവിശേഷം, അല്ലെ ഞങ്ങൾ പറഞ്ഞ വചനം. ഞാനും സിൽവാനിയോസും തിമോത്തിയോസും നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ച യേശു ക്രിസ്തു ഒരിക്കൽ ഞങ്ങൾ ഉവെന്നും ആയിരുന്നില്ല. ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് വന്ന വാക്ക് ഒരിക്കലും സംശയകരമായ വാക്കുകളല്ലായിരുന്നു. ഇന്ന് അതേ വാക്ക് എന്റെ വായിലൂടെ പറഞ്ഞാൽ ഞാൻ തൊട്ട് രുചിച്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, അല്ലാതെ ഒരു പ്രസംഗമല്ല. യേശുവിൽ ആശ്രയിക്കുന്നവന്റെ ജീവിതം ഏറ്റവും സമാധാനകരവും നാൾക്ക് നാൾ ഉയർച്ച പ്രാപിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഭൗതിക നന്മകൾ ചിലത് വരുമ്പം നമ്മള് വാസ്തവത്തിൽ സ്റ്റണ്ടായി പോകും. വാസ്തവത്തിൽ ക്രിസ്തു എന്ന മർമ്മം എത്ര വലുതാണ്. ആ യേശുവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കല്ല, ആ ഭൗതികമായ നന്മ നിങ്ങള് സ്റ്റണ്ടായി പോകും. നിങ്ങൾ ഞാൻ സാധാരണ സ്റ്റണ്ട് ആകാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പുതിയ വണ്ടി വരുമ്പോഴോ ചിലപ്പം ചില പുതിയ കാര്യങ്ങൾ വാങ്ങിക്കുമ്പോൾ റോഹിത് എന്നോട് പറയും, പപ്പയുടെ മുഖത്ത് തന്നെ ഒരു വ്യത്യാസമില്ല. അതിന് കാരണം ഞാൻ അത്ര ഇതിനെ കരുതുന്നുള്ളൂ. എന്നാൽ ഇന്നലെ അതല്ല, മിനിയാന്ന് അതല്ല, ഒരു ഭൗതികമായ കാര്യം കണ്ടപ്പം ഞാൻ നന്ദി എന്നല്ല, ഞാൻ സാഷ്ടാംഗം ഒന്നുകൂടെ ദൈവസന്നിധിയിൽ വീണു. ഇനിയും എവിടെയൊക്കെ മാനസാന്തരപ്പെടാനുണ്ടോ കർത്താവേ എന്നായിരുന്നു എന്റെ ചോദ്യം. ക്രിസ്തു എന്ന മർമ്മം എത്ര വലുതാണ്. ഇത് പ്രസംഗിക്കേണ്ട വിഷയമല്ല, അനുഭവിക്കേണ്ട വിഷയം. ഞാൻ വാസ്തവത്തിൽ വളരെ 2-3 മണിക്കൂർ സ്റ്റണ്ടായി പോയി. അത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിക്കാത്തത് ദൈവം ഒരുക്കി വെച്ചിട്ടിരിക്കും. ഇറ്റ്സ് അമേസിങ്. ഈ ഇന്നർ ചേംബറിൽ ഓരോ രാത്രി തോറും ഓരോ ദിവസവും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ തൊട്ടതും രുചിച്ചതും അനുഗ്രഹിച്ചതുമായ അനുഗ്രഹം പ്രാപിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അനുഗ്രഹിക്കുന്നത്. ചിലരുടെ ചോദ്യങ്ങൾ, ചിലരുടെ മനസ്സിലൂടെ പോകുന്ന ഇത് തങ്കൂറുകാർ മാത്രം എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നു? അത് എന്തോ കള്ളത്തരം. ഒരു കള്ളത്തരവും വ്യാജവും കാണിക്കണ്ട. ദൈവത്തിന്റെ ബീജം, നിങ്ങൾ ഫലം കായ്ക്കും, ഫലം നിലനിൽക്കും. പറയാം, വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും അത് ക്രിസ്തുവിലൂന്ന. ക്രിസ്തു ഇന്ന് എവിടെയാ? നിങ്ങളുടെയും എന്റെയും അകത്ത്. അത് ഊവെന്നത്രേ. അപ്പൊ പൗലോസ് പരിശുദ്ധാത്മാവിൽ രേഖപ്പെടുത്തി പറയാ, ഞാന് സിൽവാനിയോസും തിമോത്തിയോസും ഒക്കെ നിങ്ങളോട് പറഞ്ഞ ക്രിസ്തു യേശു എന്നാണോ യേശു ക്രിസ്തു എന്നാണോ പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? യേശു ക്രിസ്തു എന്ന് പറയുമ്പം സോവർണിറ്റി ഓഫ് ദ ലോർഡ്.
ക്രിസ്തുയേശു അല്ല, യേശു ക്രിസ്തു സർവശക്തനായ ദൈവം, ദ ഹോൾ പവർഫുൾ ഗോഡ് ഹെഡിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചപ്പം ഒരിക്കൽ ഉവെന്നും ഒരിക്കലില്ലെന്നുമല്ല, ഉവെന്ന് തന്നെ അത്രയും ഉറപ്പ് പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മുടെ ഉള്ളിൽ തരാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ? പരിശുദ്ധാത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ യേശു പുനരുത്ഥാനം ചെയ്യുമ്പോൾ സാക്ഷ്യം വഹിച്ചത്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വന്നാലേ ആ ഉറപ്പ്, യേശു ജീവനോടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നമ്മുടെ ഉള്ളിൽ വരുത്തും. 2, ദൈവരാജ്യത്തിൽ ഒരു പുതിയ അതിർത്തി വരമ്പിൽ നമ്മൾ വന്നിരിക്കുക, ടെറിട്ടറിക്കകത്ത് വന്നിരിക്കുക. അവിടുത്തെ ഭാഷയും ജീവിതശൈലിയും അറിയണമെങ്കിൽ സഹായകനായിട്ട് ഒരാൾ വേണം, പരിശുദ്ധാത്മാവ്. ഒരു ടൂർ ഗൈഡ് നമുക്ക് വേണം ഈ രാജ്യത്തിന്റെ, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ഒരു പരിപാടി ഇവിടെ നടക്കത്തില്ല. ജഡത്തിൽ സാധാരണ രാഷ്ട്രീയക്കാരും പ്രസംഗിക്കാറുണ്ട്, ഇവിടെയും പ്രസംഗിക്കാം. പക്ഷെ ജീവൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. എന്നാൽ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന വചനം, യേശു പറഞ്ഞു, എന്റെ വചനം നിങ്ങൾക്ക് ജീവൻ നൽകുന്നത്, എന്റെ അടുക്കൽ നിങ്ങൾ വരുമ്പോൾ ജീവൻ. അപ്പം ക്രിസ്തു യേശു എന്നുള്ള സോവർണിറ്റിക്കകത്ത്, ധന്യമാം ഏകാധിപതിക്കകത്ത് ജീവനും ഭക്തിക്കുള്ളതെന്ന് പറയുമ്പോൾ വാഗ്ദത്തങ്ങൾ, നിത്യതയുടെ വാഗ്ദത്തങ്ങൾ. ഓർത്തെ, സ്വർഗത്തിൽ നിങ്ങൾക്കും എനിക്കും റിസർവ് ചെയ്തിരിക്കുക എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിന് അവിടെ നിർത്തിക്കൊണ്ട് ഒന്ന് പത്രോസ് ഒന്ന് പോയിക്കുക. വീണ്ടും ഇന്ന് രാത്രി ഭൗതികമായ നന്മകളെ കുറിച്ച് എടുത്ത് ഞാൻ പറയാം. പലരും കടബാധ്യതയിലും പ്രതിസന്ധിയിലും ആയിരിക്കുന്നവരെ ഞാൻ കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ ഞാൻ കണ്ട ഒത്തിരി പേര് വീട് ജപ്തിയാകാൻ പോകുന്നു, വീട് ജപ്തിയായവരുണ്ട്, കടബാധ്യത കാരണം പ്രയാസമാണ്. അങ്ങനെയൊക്കെയുള്ള അതിനകത്ത് ഒരു നമ്മുടെ സജി ബ്രദറാണ് എടപ്പള്ളി സഭയിലെ ഇപ്പോഴത്തെ ചാർജ്. എടപ്പള്ളി സഭയുടെ പാസ്റ്റർ ഞാനാണ്. സജി ബ്രദർ ഞാൻ ഇത് സംസാരിച്ച ഒരു സാക്ഷ്യമുണ്ട്. താന് ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ പോയപ്പോൾ അവിടെ നമ്മുടെ സഭയിൽ നല്ല സ്ഥലത്ത് താമസിക്കാനുള്ള സൗകര്യമില്ല. അതുകൊണ്ട് 250 രൂപ വാടകയുള്ള ഒരു ഹോട്ടലിൽ താമസിച്ചു. ശനിയാഴ്ച, പിറ്റേ ദിവസം ഞായറാഴ്ച സഭായോഗത്തിന് പോകാൻ. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് താൻ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും. അപ്പം ഭയങ്കര പുക ജനൽ വഴി, മുകളിലത്തെ വെന്റിലേഷൻ വഴിയൊക്കെ വന്നു. തന്നെ മനസ്സിൽ ആദ്യമേ ഓർത്തത് വല്ലതും തീ പിടിച്ചതാണോ? ചുരുക്കം പറഞ്ഞാൽ താൻ വാതിൽ തുറന്നപ്പം ആ വരാണ്ടയിൽ നിന്ന് ഒത്തിരി പേര് ഒന്നിച്ച് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ പുകയായി. അപ്പോൾ ഈ വാതിൽ തുറന്ന് ഇട്ടു, ജനലും തുറന്നിട്ടു. താൻ പ്രാർത്ഥന തുടർന്നു, ബൈബിൾ തുറന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി താൻ ആ മുറിക്കകത്ത് കയറി. എന്നിട്ട് ചോദിച്ചു, ഇത് ബൈബിളാണല്ലേ? അപ്പൊ ഇവിടെ താമസിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ, ദിനംതോറും ഡെയിലി വേജസിന് എവിടെയെങ്കിലുമൊക്കെ പണി കിട്ടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ 250 രൂപയ്ക്ക് അവർ ജോലി ചെയ്യുന്ന 1000 അല്ലെ 600 രൂപയ്ക്കകത്തുനിന്ന് ഓരോ ദിവസവും വാടക കൊടുക്കണം. അപ്പൊ ആ ക്ലാസ്സിലുള്ള ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. സജിബ്രർ അവിടെ താമസിക്കാൻ കാര്യം അത്രേ കൊടുക്കാനുള്ളൂ തന്റെ കയ്യിലുള്ള പൈസ. അന്നത്തെ സ്വഭാവത്തിന് പോകേണ്ടി വരും. ഈ മനുഷ്യൻ വന്നിട്ട് സജി ബ്രദറിനോട് ചോദിച്ചു, ഇത് ബൈബിൾ വായിക്കുകയാണല്ലേ? സജി ബ്രദർ പറഞ്ഞു, അതെ. ആ കട്ടിലോട്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ അവിടെ ഒരു കട്ടിലേ ഉള്ളൂ. ആ കട്ടിലോട്ട് ഇരുന്ന് താൻ ബൈബിളാണ് എന്ന് പറഞ്ഞപ്പം സജി ബ്രദർ പറഞ്ഞു, ഞാൻ പാസ്റ്ററാണ്, ഞാൻ ഇവിടെ ഒരു ശുശ്രൂഷിക്കാൻ വന്നതാ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പാസ്റ്ററാണ്, വചനം ആണെന്ന് കേട്ട ഉടനെ തന്റെ ഹൃദയം പകരാൻ തുടങ്ങി.
താൻ കണ്ണൂർ ആ കാലിക്കറ്റ് ഭാഗത്തു നിന്ന് വന്ന് പണി തേടുന്നു. ചില ദിവസം പണി കിട്ടും, ചില ദിവസം പണി കിട്ടത്തില്ല. ഓരോ ദിവസവും ഇതിന്റെ വാടക കൊടുക്കണം. അവൻ ചില ദിവസം 2-3 ദിവസം പണി കിട്ടില്ലെങ്കിലോ ഇതിന്റെ വാടക കൊടുക്കാനുള്ളതേ ഉള്ളൂ, മിച്ചമൊന്നും കയ്യിലില്ല. ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിൽ ഭാര്യ ചോദിക്കുന്നത് നിങ്ങളാണാന്ന് പറഞ്ഞ് എന്തെന്നാ ജീവിക്കുന്നു. മകൻ ചോദിക്കുന്നത് നിങ്ങൾ അപ്പനാന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ കാര്യം എന്താ നിങ്ങൾക്ക് നോക്കാൻ പറ്റാം. ഒരു അപ്പന്റെ ഹൃദയം, ഞാനത് പറയുമ്പം എൻ്റെ ഹൃദയത്തിനകത്ത് അറിയാം എന്താ പോകുന്നത്. എന്നോട് ആരും അനിയോ മക്കളോ ജീവിതത്തിൽ അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. ഇല്ലാഞ്ഞ സമയത്ത് ഇല്ലാഞ്ഞതുപോലെ സന്തോഷത്തോടെ കഴിഞ്ഞൊരു കുടുംബമാണ്, ഒരിക്കലും ചോദിച്ചിട്ടില്ല. പക്ഷെ ഈ കുടുംബത്തിലെ ആ നാഥൻ, ഗ്രഹനാഥൻ തന്റെ ഹൃദയം പകരുമായിരുന്നു സജി ബ്രദർ. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഇരുചക്രവാഹനത്തിൽ വരുന്ന സമയം ആഴ്ചയിൽ ഒന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ വർത്താനാ കേൾക്കുന്നത്. ചില ആഴ്ചകളിൽ പോകാറില്ല. അങ്ങനെ ചില ആഴ്ചകളിൽ പോകുമ്പോൾ ഇത് കേൾക്കും. പക്ഷെ പോകുമ്പോഴും വരുമ്പോഴും ധൈര്യമില്ല ആത്മഹത്യ ചെയ്യാൻ. പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടാ പോരുന്നേ, ഈശ്വര എങ്ങനെയും ഏതെങ്കിലും വണ്ടി ഇടിച്ച് ചാകണം, ഈ ദുഃഖം എന്റെ മാറ്റണം. സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഒത്തിരി വേദനകരമാണ്. അതിലൂടെ പോയ ആൾക്കാർക്കേ അതറിയത്തുള്ളൂ. ഞാൻ പോയതുകൊണ്ടാണ് ഈ സാമ്പത്തിക പ്രോസ്പെറിറ്റി യേശുവിൽ ഉണ്ടെന്നുള്ള ഉറപ്പും ധൈര്യം ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. പറഞ്ഞുകൊണ്ടിരിക്കും, വിമർശകർ ഇനിയും വിമർശിക്കും. എന്നാൽ ഈ വചനം തന്നെയായിരിക്കും ഞാൻ മുമ്പോട്ടും പറയുന്നത്. യേശുവിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ട്, ഒരു സംശയവുമില്ല കാര്യം. പക്ഷെ ആ സാമ്പത്തിക ഉയർച്ച ആത്മീയ വർധനവിന്റെ കൂടെയാണേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മള് സാധാരണ വ്യക്തികളെ പോലെ വരും ജഡികമായി എങ്ങനെയും എന്ത് കിട്ടുമെന്ന് പറഞ്ഞായിരിക്കും നടക്കുന്നത്. അതല്ല, എന്ത് കൊടുക്കാൻ പറ്റുമെന്ന മനോഭാവം. ഏതായാലും ഈ മനുഷ്യൻ സജി ബ്രദറിനോട് പറഞ്ഞപ്പോൾ സജി ബ്രദർ തിരിച്ച് തന്റെ അനുഭവം പറഞ്ഞു. താൻ എത്രയോ പ്രാവശ്യം ആത്മഹത്യക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ട് നിന്നപ്പോൾ തന്റെ മനോഭാവം എന്തായിരുന്നു അതെല്ലാം പറഞ്ഞ് യേശു വരുത്തിയ ജീവിത മാറ്റം തന്നോട് ഷെയർ ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആ ഇറങ്ങിപ്പോയ മനുഷ്യൻ പറഞ്ഞു, ഇനി ജീവിതത്തിൽ ആത്മഹത്യ എന്ന തലയ്ക്കകത്ത് ഞാൻ കേറ്റത്തില്ല. ഇന്ന് മുതൽ എൻ്റെ ജീവിതം യേശുവിന് വേണ്ടി. വർഷങ്ങൾ കഴിഞ്ഞ് ഈ വ്യക്തി വീണ്ടും സജി ബ്രദർ കണ്ടു. അദ്ദേഹത്തിന്റെ വീട്ടിൽ വരണം, ഫോൺ നമ്പർ വാങ്ങിച്ചായിരുന്നു. വീട്ടിൽ വരണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം, നല്ലൊരു വീട്. അപ്പം സജി ബ്രദർ ചോദിച്ചു, ആഹാ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ്, അന്ന് എനിക്ക് തന്ന ആ യേശു, ഞാൻ വചനം പിന്നെ വായിക്കാൻ തുടങ്ങി, പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കാൻ തുടങ്ങി. ഇന്ന് ഞാനൊരു കോൺട്രാക്ടറാണ്. കുടുംബമെല്ലാം സന്തോഷമായി, ജീവിതാവസ്ഥകൾ മാറി. അപ്പൊ സജി ബ്രദർ അവരോട് പറഞ്ഞു, നിങ്ങളെ ഒത്തിരി നൊമ്പരപ്പെടുത്തിയിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞു. ഇല്ലായ്മ സമയത്ത് പറഞ്ഞു പോയതല്ല, ഞങ്ങൾ അങ്ങനെ അർത്ഥത്തിൽ പറഞ്ഞല്ല, ശരിയായിരിക്കും. പക്ഷെ ഞാൻ പറഞ്ഞതിന്റെ സാരം, ഈ വചനം എന്ന വിത്തിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നല്ല, ഊവെന്നത്ര. ഒറ്റ മിനിറ്റ്, നമുക്ക് ഇന്നത്തെ ആരൊക്കെ സ്പോൺസർഷിപ്പ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ജസ്റ്റിന് ദുബായിലാണ്. നാളെ കഴിഞ്ഞ് ഒരു ലേണിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇന്ന് ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ക്ലാസ് എന്ന് പറയുന്ന ലേണിംഗ് സ്കിൽ ഡെവലപ്മെന്റും ലേണിംഗ് ആപ്ലിക്കേഷന്റെ അതിന്റെ ലോഞ്ചാണ് നാളെ കഴിഞ്ഞ്. അതിന്റെ എക്സ്ക്ലൂസീവ് റൈറ്റ്സ് എനിക്കാണ്, ഇന്ത്യയിലും GCCയിലും ഒക്കെ. അപ്പം ഒരു വ്യക്തിക്ക് വേണ്ടി ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ അല്ല ഇത്, ഒരു സ്കൂൾ
മൊത്തത്തിൽ ഇത് അനുകരിച്ചാൽ 3 മാസം കൊണ്ട് തന്നെ എത്ര വീക്ക് സ്റ്റുഡന്റ് ആണേലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും വ്യക്തികളോട് ചേർന്ന് ആ കുഞ്ഞിന്റെ ഭാവി മാറ്റും, സ്കിൽ ഡെവലപ്മെന്റും പഠനത്തിലും. അപ്പം ഇത് ഒരു വ്യക്തിക്ക് ഏത് കോഴ്സും, SSLC ആയിക്കോട്ടെ, CBC ആയിക്കോട്ടെ, ICS, ഏത് കോഴ്സും കൊടുത്താൽ അത് വെച്ച് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഒരു പ്ലാറ്റ്ഫോം. അത് രണ്ടും ചെയ്യും, സ്കിൽ ഡെവലപ്മെന്റും ചെയ്യും, ലേണിംഗും ചെയ്യും. ഇതുപോലെ ഒന്ന് ലോകത്തിൽ ഇന്ന് ആസ് ഓഫ് ഡേറ്റ് ഇല്ല. ഞാൻ മുഴുവൻ കോമ്പറ്റീറ്റേഴ്സിനെ നോക്കി. സോ അതിന്റെ ലോഞ്ചിങ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ് നാളെ കഴിഞ്ഞ് ദുബായിൽ. സോ സ്കൂൾ ഉടമകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ UKG മുതൽ ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ഒരു ടൂളാണ്. ആൻഡ് ഇറ്റ് ഈസ് വെരി ചീപ്പ്, വളരെ ചീപ്പാണ്. ഏത് ഗവൺമെന്റ് സ്കൂളിൽ പോലും ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവരാവുന്ന തരത്തിൽ ചീപ്പാണ്. ആൻഡ് ഇറ്റ് 3 മാസം കൊണ്ട് ഇറ്റ് ഇസ് മോണിറ്റഡ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ അല്ല, ഇറ്റ് ഈസ് മോണിറ്റഡ്. എല്ലാം 10,000 പേർക്ക് 50 പേര് എഡ്യൂക്കേഷണലിസ്റ്റ് ഇത് നോട്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. സോ ജസ്റ്റിൻ ബ്രദറൊക്കെ ദുബായിൽ എത്തിക്കഴിഞ്ഞു, ആഗ്രഹ ബ്രദർ, സച്ചിനും റോഷനായും രോഹിത് അവിടെ ഉണ്ട്. കർത്താവ് അനുവദിച്ച് നാളെ ഞാനും അവിടെ കാണും ബ്രദറിന്റെ കൂടെ. ആൻഡ് ഇറ്റ് ഈസ് വെരി സ്മോൾ ലോഞ്ച്. പക്ഷെ സ്കൂൾ ഉടമകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ക്ലാസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. സോ ഇന്നത്തെ സ്പോൺസേഴ്സ് ആരൊക്കെയെന്ന് നോക്കാം. ബേബിച്ചായനും രാജമ്മ സഹോദരിയും സെലിബ്രേറ്റിംഗ് ദെയർ 50th വെഡിങ് ആനിവേഴ്സറി ടുഡേ. സംഗീത, ഹെവൻലി ഫീസ്റ്റ്, സിംഗപ്പൂർ. ബേബിച്ചായൻ ആൻഡ് രാജമ്മ സഹോദരി വാസ്തവത്തിൽ സഭയുടെ ഒരു അസറ്റാണ്. 97 ഹെവൻലി ഫീസ് എന്ന് പേരിടുന്നതൊക്കെ മുമ്പേ എന്നോട് കൂടെ തോളോട് തോൾ നിന്നവരാണ്. ഇന്ന് രാവിലെ മുതൽ ഏകദേശം ഒരു 30 പ്രാവശ്യം അനി വിളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വളരെ തിരക്കായിരുന്നു. എങ്കിലും നമ്മൾ ഒന്നിച്ചിന്ന് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോകും. രാജമ്മ സഹോദരിയും ബേബിച്ചായനും മക്കളും. 2 ഇന്നത്തെ സ്പോൺസേഴ്സ്. പ്രിയ സിസ്റ്റർ സെലിബ്രേറ്റിംഗ് ഹെർ ബർത്ത്ഡേ ബൈ മനോജ്, ഹേമന്ത്, ഹരിത ആൻഡ് ഹർഷ. ഹെവൻലി ഫീസ്റ്റ്, അയർലൻഡ്. പ്രിയ സിസ്റ്റർ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ സിസ്റ്റർ മനോജ് ബ്രദറിന്റെ മദർ മുതൽ താഴോട്ട് വിശ്വാസികളാണ്. ഞാൻ ചിലരെ കുറിച്ച് പറയാറില്ലേ, ഹൃദയത്തെ തണുപ്പിക്കുന്നവൻ, പ്രാണനെ തണുപ്പിക്കുന്നവൻ, ആ ലിസ്റ്റിൽപ്പെട്ടത്. ഞാൻ എൻ്റെ മൈക്കും ഇതൊക്കെ ആദ്യത്തേതും തന്നു, രണ്ടാമത്തേത് ഒരെണ്ണം കൂടെ തന്നു ഇരിപ്പുണ്ട്. റിയ നിഷാദ് സെലിബ്രേറ്റിംഗ് ഹെർ ബർത്ത്ഡേ. നിഷാദ് ബ്രദർ, ഷൈനി സിസ്റ്റർ ആൻഡ് റിയ ദുബായ്. റിയ ബ്ലെസ്ഡ് ബർത്ത്ഡേ. നിഷാദ് ബ്രദറും ഷൈനി സിസ്റ്ററും ഹെവൻലി ഫീസ്റ്റ് ദുബായ് സഭയുടെ തൂണുകൾ. എനിക്ക് വിപരീതമായി പല ഇളക്കങ്ങൾ വന്നപ്പോഴും ഇവരെയും ഇളക്കാൻ ശ്രമിച്ചപ്പോൾ ചിരിച്ചോണ്ട് അവർ തിരിച്ചു പറഞ്ഞു, ഈ കളിക്കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. അതുപോലെ വിശ്വസ്തയോടെ ഇന്നയോളം നിന്നതാണ്. ഇന്ന് ഈ 3 പേരും വളരെ വിലപ്പെട്ടവരാണ്. നമുക്ക് ഒന്നിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വലിയ കരുണയ്ക്കായി സ്തോത്രം ചെയ്യാം. രാജമ്മ സഹോദരി ബേബിച്ചായന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 50ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഇനിയും ദീർഘായുസ് കൊണ്ട് തൃപ്തിയാക്കി തലമുറകളുടെ നന്മയും ആശ്വാസവും സന്തോഷവും കർത്താവ് കാണുവാൻ കരുണ ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ മനോജ് ബ്രദർ വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബം. മോളുടെ ബർത്ത്ഡേ ആണല്ലോ, അനുഗ്രഹിക്കും. റിയയുടെ നിഷാദ് ബ്രദറും ഷൈനി സിസ്റ്ററും അവര് വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഇവരെല്ലാവരും കർത്താവ്, ഈ 3 കുടുംബങ്ങളും ഇന്ന് എൻ്റെ ഹൃദയത്തിൽ പ്രത്യേക ഇടമുള്ള കുടുംബം. ഞങ്ങളുടെ കുടുംബമായി ഞങ്ങളെ പ്രാണനെ തണുപ്പിക്കുന്നവരാണ്. ആകയാൽ പ്രത്യേകിച്ചും
ഞങ്ങൾ ഒരു മനസ്സോടെ അനുഗ്രഹിക്കും. സകല നന്മകളാണ് നിറയ്ക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഇനിയും 3 ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ കേഴ്സ് ബ്രേക്കിങ്ങിന്. 23-ാം തീയതി നമ്മൾ വൈകുന്നേരം ആരംഭിക്കും. 24 രാവിലെയും വൈകിട്ടും, 25 രാവിലെയും വൈകിട്ടും, 26-ാം തീയതി രാവിലെ കൊണ്ട് അവസാനിപ്പിക്കും. ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കാനുള്ളവർ നേരത്തെ അവിടുത്തെ ഹോട്ടലൊക്കെ നിങ്ങളുടെ അക്കോമഡേഷനൊക്കെ റെഡിയാക്കണം. ശാപവിമുക്തി ശുശ്രൂഷയാണ്. ഇന്ന് മറ്റൊരു കാര്യം പ്രത്യേകിച്ച് അനൗൺസ് ചെയ്യാനുള്ളത്, നമ്മുടെ റീച്ചിൻ്റെ റീച്ച് വേൾഡ് വൈഡ് എന്നല്ലാതെ റീച്ചിൻ്റെ പുറയിലില്ല. നേരത്തെ പുറയിലും വലുതായിട്ടുണ്ടായിരുന്നു. ഇത് കാഷ്വലായിട്ട് നിങ്ങൾ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന ടീഷർട്സ് ഇന്ന് മുതൽ അവൈലബിൾ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് 8 ബില്യൺ സ്റ്റോറിലുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്ത് നിങ്ങൾ ചോദിച്ചാൽ മതി. അതിൻ്റെ വെള്ള ലിമിറ്റഡ് ആയിട്ട് കുറച്ചേ വന്നിട്ടുള്ളൂ. വേണ്ടിയവർ വാങ്ങാവുന്നതാണ്. ഇത് കോട്ടൺ ആണ്, പ്ലസ് എംബ്രോയിഡറി ചെയ്തതാണ് റീച്ചിൻ്റെ എംബ്ലം. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. Contact Reach Worldwide number, church WhatsApp number, and T-shirt is available on web store. ഇന്ന് യൂട്യൂബിൽ ഡോണി ടെനി, സുനി ജോസഫ്, അനിത സെറിൽ, തമ്പി വൈക്കം, പേർലി ഷിബുവാണ് 1 to 5, ഏലിയാമ ദേവസ്യ, വിശ്വനാഥ് നായർ, ഗിരീഷ് കുമാർ, രൂപ കണ്ണൻ സിസ്റ്റർ, സൂര്യ ടെനി, ഇവരാണ് 1 to 5. ഇന്ന് കാൽക്കുലേഷൻ റോങ് ആണല്ലോ ജസ്റ്റിൻ ബ്രദറെ. കുറച്ചുകൂടെ സ്റ്റാർ അയച്ചവരുണ്ട്. സുജിമോൾ സുജിത് 400 അയച്ചു. സ്റ്റാർസ് അയച്ചവർ ജോൺ ഇമ്രെ 1 to 3, ആശ അനീഷ റഫായി 111, ആനി തോമസ് 100, അഞ്ജു അജു 99, കൂടാതെ ജെൻസി അലക്സ് 1200. നമുക്ക് ഇവർക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ പിതാവേ, സ്റ്റാർ അയച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വലിയ നന്മയ്ക്കായി സ്തോത്രം. ദിനംതോറും ഞങ്ങളെ വഴി നടത്തുന്ന ദയക്കായി സ്തോത്രം ചെയ്യുന്നു. ജെൻസി അലക്സ് 1200 സ്റ്റാർസ് അയച്ചു. അനിത തോമസ് 500 അയച്ചു. ഇവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരുടെ എല്ലാം ജീവിതത്തിൽ കർത്താവ് നന്മ, അങ്ങയുടെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ടെങ്കിൽ ക്രിസ്തുയേശുവിലുവെന്ന് ഈ ഇന്നർ ചേംബറിന് വില കൊടുത്ത് ആ തുടങ്ങുന്ന മുതൽ കാത്തിരുന്ന് പങ്കെടുക്കുന്ന, വർഷങ്ങളായിട്ട് പങ്കെടുക്കുന്ന എല്ലാവരെയും ഈ വചനം അവരുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യണം. ഇത് ഷെയർ ചെയ്യുന്നവരെയും അനുഗ്രഹിക്കണം. സാമ്പത്തികമായി ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മുന്നോട്ട് പോകുവാനുള്ള പ്രോത്സാഹനം അവരാണുള്ളത് നൽകുന്നത്. സകല നന്മകളാൽ നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് ജോലിക്ക് പോകുന്നവർ ധൈര്യത്തോടെ പോകണം. കിടന്നുറങ്ങാൻ പോകുന്നവർ സുഖമായി കിടന്നുറങ്ങണം. വീണ്ടും ഇന്നർ ചേംബറിൽ വൈകുന്നേരം നമുക്കൊന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ്.
സ്വർഗീയ വിരുന്നൊരുക്കുന്ന ശാപമുക്തി ശുശ്രൂഷ കട്ടപ്പനയിൽ 2024 മെയ് 23 മുതൽ 26 വരെ. ശുശ്രൂഷകൾ രാവിലെ 10-നും വൈകിട്ട് 6-നും. CSI ഗാർഡൻ സെന്റർ കട്ടപ്പന. തങ്കു ബ്രദറും തോമസ് കുട്ടി ബ്രദറും ശുശ്രൂഷിക്കുന്നു.